ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മേശയിൽ വെച്ചിട്ട് പോയിരുന്നത്. ഞാൻ പറഞ്ഞു ഉമ്മ അടുത്ത് സാലി വേഗം വരും, ഉമ്മ അത് കൈക്കിട്ടുമ്പോ നിനക്ക് അറിഞ്ഞൂടെ ഉമ്മ അത് കണ്ണിന് വയ്യാത്താണെന്ന്. ഞാൻ അവിടുന്ന് രാവിലെ ഇറങ്ങിയത് തന്നെയാ. ഇത്തിരി നേരം വൈകിന്ന് വെച്ചിട്ട് ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ ഇനിയിപ്പോ എത്തിയല്ലോ, ഇനിയിപ്പോ എന്താ കുഴപ്പമോ? ഞാൻ ഇനി ഉച്ചക്കുള്ളതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ വല്ല പാർസലും മേടിക്കണം വിചാരിച്ച് അത് മറക്കുകയും ചെയ്തു. അതപ്പൊ ഉണ്ടായത്. ഉമ്മാക്ക് എന്തിനാ നീ ഹോട്ടൽ ഫുഡൊക്കെ വാങ്ങിക്കാൻ നിൽക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഉമ്മാക്ക് ഒന്നും കൊടുക്കണ്ട. നീ എന്തേലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് വരാൻ തോന്നില്ലല്ലോ. എന്റെ ഉമ്മാക്ക് വയ്യാത്ത നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ നിന്റെ ഉമ്മ വർത്താനം പറയണത് കേട്ടിട്ട് നീ അവിടെ ഞാൻ നിക്കണത്? മേടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ കിടന്ന കാറിലെ മനുഷ്യൻ ഈ വെട്ട വെയിലത്ത് വന്നിട്ട് ഇപ്പൊ വന്ന് കേറിയുള്ളൂ. വീടൊക്കെ കിടക്കണ കോലം എന്താണ്? ഇക്കൊക്കെ ഒന്ന് അടിച്ചെങ്കിലും ആയിരിക്കൂടെ? ഉമ്മ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കണെന്ന് അറിയാലോ. ഇത് മനുഷ്യന് വാതിൽ വെക്കുമ്പോ നാറുന്നു. ആരെങ്കിലും പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്താ വിചാരിക്കുക? അവിടെ ഇരുന്ന് ചീത്ത മാത്രം പറഞ്ഞു ഒരു ദിവസം വീട്ടിൽ പോയി നിക്കണേന്. അതെ, നിനക്കുള്ളത് ഞാൻ വന്നിട്ട് തന്നോണ്ട്. എന്റെ ഉമ്മ കണ്ണിന് വയ്യാണ്ട് കിടക്കുമ്പോഴാണ് നിന്റെ ഒരു സർക്കിട്ട് കിടക്കണത്. ഉമ്മ എന്തേലും കഴിച്ചോ എന്ന് ചോദിച്ചു നോക്കിയാ നീ ഇനി ഉച്ചക്കത്തേക്ക് എന്താ എന്തേലും വെച്ച് ഉമ്മക്ക് കൊടുക്കാൻ നോക്ക്. ഞാൻ നോക്കാഞ്ഞിട്ടാണോ? ഞാൻ മെല്ലെ ഈ വാതില് തുറന്നത് നമ്മുടെ സെറ്റിൽ വന്ന് ഇരിക്കണേ ഉള്ളൂ. ഇരിക്കണേ ഉള്ളൂ. ശരി എന്നാ ഞാൻ കമ്പനീന്റെ ഉള്ളില, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ വൈകുന്നേരം വരാം. ശരി എന്നാ വെക്കാ തന്നെ നല്ലത്. വലിയ അന്വേഷണക്കാര്